ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്കോളർഷിപ്പിന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസും അല്ലേ, അപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ എല്ലാത്തിലും മേക്ക് ക്വസ്റ്റ്യൻസ് വരും. പ്രശ്ന നിർമ്മാണം കുരുത, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത്, അത് എങ്ങനെയാണെന്നുള്ളത് അതെന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, രേഖാങ്കിത പദാനി ആധൃത്യ പ്രശ്ന നിർമ്മാണം കുരുത. രേഖാങ്കിത പദാനി അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പദങ്ങളെ അധികരിച്ച് പ്രശ്ന നിർമ്മാണം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നാണ്. ആദ്യത്തെ എന്താണ്? പുത്രി ചതുര അസ്തി. ഇവിടെ പുത്രി ചതുര അസ്തി, പുത്രിയാണ്. പുത്രി സ്ത്രീലിംഗമല്ലേ. അപ്പോൾ ഇങ്ങനെ ചോദ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് കിം ശബ്ദം അല്ലേ. കിം ശബ്ദത്തിൽ പുല്ലിംഗമുണ്ട്, സ്ത്രീലിംഗമുണ്ട്, നപുംസകലിംഗമുണ്ട്. അത് മാത്രമല്ല വരുന്ന വേറെയും വരും. അപ്പോൾ ആദ്യം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കിം ശബ്ദം അപ്പോൾ ആദ്യം നോക്കൂ. പുത്രി ചതുരാസ്തി, പുത്രി ചതുരയാകുന്നു. അപ്പോൾ ആര് ചതുരയാകുന്നു? പക്ഷേ ഇവിടെ പുത്രി സ്ത്രീലിംഗമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? കിം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം തന്നെ വരണം. കിം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം എങ്ങനെയാണ് വരുന്നത്? കാ, കേ, കാഹ. കാ ആര്, സ്ത്രീലിംഗത്തിൽ ആര്. അപ്പം പുത്രി ചതുരാസ്തി, കാ ചതുരാസ്തി. കാ വന്ന് മനസ്സിലായില്ല എങ്ങനെയാണ്? കാ ചതുരാസ്തി, കാ ചതുര അസ്തി, ഇങ്ങനെയാണ് അത് എഴുതാൻ. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഇട്ട് വയ്ക്കുക. അടുത്തത്, ബാലകാഹ നദീജലെ ചിരം സ്നാനം അകുർവൻ. ബാലകാഹ ബോയ്സ്, ആൺകുട്ടികൾ, നദീജലത്തിൽ ചിരം സ്നാനം അകുർവൻ, കുറേ നേരം സ്നാനത്തെ ചെയ്തു എന്നാണ്. അപ്പോൾ ബാലകാഹയാണ് അവിടെ. ആരാണ് സ്നാനം ചെയ്തത്? ബാലകാഹ ബോയ്സ് ആണ്. ആര് ചെയ്തു? ആ ബാലകാഹ എന്നുള്ളത് പുല്ലിംഗമല്ലേ, അത് ബഹുവചനമല്ലേ. അപ്പം കിം ശബ്ദത്തിൻ്റെ പുല്ലിംഗം എങ്ങനെ വരും? കഹ, കൗ, കേ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ബഹുവചനമാകുമ്പോൾ കേ. കേ നദീജലേ ചിരം സ്നാനം അകുർവൻ. ഇത് വലിയ ക്ലാസ്സിൽ സ്കോളർഷിപ്പിലേക്കാണ് ചോദിക്കുന്നത്, തീരെ കൊച്ചു ക്ലാസ്സിനല്ല. കേ നദീജലെ ചിരം സ്നാനം അകുർവൻ. അടുത്തത്, വനേ മുനേഹ സന്തി. അവിടെ അൺക്ലൈൻ ചെയ്തിരിക്കുന്നത് താഴെ മുനേഹ എന്നാണ്. വനത്തിൽ, വനേ മുനേഹ, മുനിമാർ ഉണ്ട്. വനത്തിൽ ആരുണ്ട്? അപ്പോൾ മുനി എന്നുള്ള ശബ്ദം എന്താണ്? പുല്ലിംഗമല്ലേ. അപ്പോൾ മുനി എന്നുള്ളത് ബഹുവചനമാണ്. അപ്പോൾ പുല്ലിംഗത്തിലെ കിം ശബ്ദം കഹ, കൗ, കേ. അപ്പോൾ ഇവിടെ വനേ മുനേഹ സന്ധി. വനേ, ഇവിടെ മുനേഹ പുല്ലിംഗ ബഹുവചനമാണ്. മുനിഹി, മുനീ മുനേഹ എന്നാണ്. അപ്പോൾ വനേ കേ സന്ധി, വനേ കേ സന്ധി. എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലാതെ വേറെയും ഉണ്ട്. ആദ്യം ഇങ്ങനത്തെ. അടുത്ത, വൃക്ഷേഷു ഫലാനി സന്ധി. അവിടെ വൃക്ഷേഷു ആണ്, വൃക്ഷങ്ങളിൽ ഫലങ്ങൾ ഉണ്ട്. അപ്പോൾ വൃക്ഷങ്ങളിലാണ്. വൃക്ഷശബ്ദം പുല്ലിംഗമാണ് അല്ലേ. പക്ഷേ ഇവിടെ വിഭക്തി ഏത് വന്നിരിക്കുന്നു? സപ്തമി ബഹുവചനമാണ്. വൃക്ഷേ, വൃക്ഷയോഹോ, വൃക്ഷേഷു. വൃക്ഷേഷു അല്ലേ, വൃക്ഷങ്ങളിൽ. അപ്പം കിം ശബ്ദത്തിൻ്റെ പുല്ലിംഗത്തിൽ സപ്തമി ബഹുവചനം തന്നെ അവിടെ വരണം. എന്താ കിം ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചനം വരും? തസ്മിൻ, കയോഹോ, കേഷു. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ നല്ല പഠിച്ചാലേ പറ്റുള്ളൂ, മനസ്സിലാക്കി വെക്കണം. മൂന്ന് ലിംഗത്തിലെയും പഠിക്കണം. മുസ്ലിംഗം പഠിക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പോൾ തസ്മിൻ, കയോഹോ, കേഷു ആണ്. അപ്പോൾ ഇവിടെ വൃക്ഷേഷു ബഹുവചനമല്ല. അപ്പോൾ കേഷു ഫലാനി സന്ധി, കേഷു ഫലാനി സന്ധി. ഏതുകളിൽ, ഏവയിൽ ഫലങ്ങൾ ഉണ്ട് എന്നാണ്. അടുത്ത, ഋഷീണാം ദേശഃ ഭാരതം. ഋഷിമാരുടെ ദേശമാണ് ഭാരതം. അപ്പോൾ ഋഷീണാം എന്നുള്ളത് വിഭക്തിയാണ്. ഋഷിമാരുടെ ഷഷ്ടി ബഹുവചനമാണ്. അപ്പോൾ ഋഷീണ ഷഷ്ടി ബഹുവചനമാകുമ്പോഴത്തേക്ക് കിം ശബ്ദത്തിന് ഋഷി എന്നുള്ളത് പുല്ലിംഗമാണ്. ഋഷി. അപ്പോൾ അതിൻ്റെ ഷഷ്ടി എങ്ങനെ വരും? കസ്യ കയോഹോ കേശാം എന്നാണ്. അപ്പോൾ ഇവിടെ ഋഷീനാമം കേശാം, കേശാം ദേശഃ.
കേഷാം ദേശഃ ഭാരതം. ആരുടെ ദേശമാണ് ഭാരതം? ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത ഭഗവതി പ്രസന്ന അഭവത്. ഭഗവതി പ്രസന്നയായി തീർന്നു. ഇത് പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പം ഭഗവതി പ്രസന്ന, ഭഗവതി സ്ത്രീലിംഗമല്ലേ? അപ്പം ആരാന്നുള്ളത് നേരത്തെ നമ്മൾ വന്നല്ലോ ഇവിടെ, പുത്രി എന്നുള്ളത്. പുത്രി സ്ത്രീലിംഗം കാ വന്നു. അതുപോലെ ഇവിടെ ഭഗവതി എന്നുള്ള കാ പ്രസന്ന അഭവത്. കാ പ്രസന്ന അഭവത്. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. കാ പ്രസന്ന അഭവത്. അടുത്ത വൃക്ഷസ്യ അഗ്രേ ഫലം ദൃഷ്ടം. വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ ഫലം കണ്ടു. അപ്പം വൃക്ഷസ്യ ഷഷ്ടി ഏകവചനമാണ്. അപ്പോൾ എന്താ? വൃക്ഷ ശബ്ദം പുല്ലിംഗമാണ്. കസ്യ അഗ്രേ ഫലം ദൃഷ്ടം. കസ്യ അഗ്രേ ഫലം ദൃഷ്ടം. കസ്യ അഗ്രേ ഫലം ദൃഷ്ടം. അടുത്ത കാവ്യശാസ്ത്രൈഹി പരിപൂർണ ഇവ ഭാഷ. കാവ്യശാസ്ത്രങ്ങളാൽ. അത് ഏത് വിഭക്തി വരും? തൃതീയ. ഏകവചനമല്ല, ബഹുവചനം. എങ്ങനെ? ബാലാഭ്യാം ബാലൈഹി പോലെ. കാവ്യശാസ്ത്രൈഹി തൃതീയ ബഹുവചനം. പരിപൂർണ ഇവ ഭാഷ. കാവ്യശാസ്ത്രങ്ങളാൽ പരിപൂർണമായിട്ടുള്ളതുപോലെയാണ് ഭാഷ എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എങ്ങനെ പറയും? തൃതീയ ബഹുവചനം, തൃതീയ ഏകവചനം കേന കാഭ്യാം കൈഹി. അപ്പം കൈഹി പരിപൂർണ. അങ്ങനെ കൈഹി പരിപൂർണ. ഏതിനാൽ പരിപൂർണ ഇവ ഭാഷ. പരിപൂർണ ഇവ ഭാഷ. കൈഹി പരിപൂർണ ഇവ ഭാഷ. ഈ രീതിയിലാണ് എഴുതുന്നത്. ഇനി അടുത്ത നോക്കിക്കോളൂ. കമല പുത്രായ പുഷ്പാണി യച്ഛതി. കമല പുത്രായ, പുത്രനായിക്കൊണ്ട്. പുത്ര ഏത് വിഭക്തിയാണ്? ചതുർത്ഥിയാണ് അല്ലേ? പുത്രനായിക്കൊണ്ട് അല്ലെങ്കിൽ പുത്രന് വേണ്ടി പുഷ്പാണി യച്ഛതി. പുഷ്പങ്ങൾ നൽകുന്നു. ഇവിടെ പുത്രായാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ചതുർത്ഥി തന്നെയാണ് കിം ശബ്ദത്തിലും വരണം. പുത്രായ, പുത്രശബ്ദം പുല്ലിംഗമാണ്. അപ്പം പുത്രായ എങ്ങനെ വരും? കിം ശബ്ദത്തിൽ किम शब्द किम कह कौके कम कौकान केन काप्यां कई कस्मै काप्यां केभ्यहയാണ്. അപ്പോൾ ഇവിടെ പുത്രായ കസ്മൈ, ആർക്ക് വേണ്ടി? അപ്പോൾ കമല കസ്മൈ പുഷ്പാണി യച്ഛതി നൽകുന്നു. യച്ഛതി. അടുത്ത നദ്യാം തരണായ ഏകാദശ നൗകാഹ സന്തി. നദ്യാം, നദി സപ്തമി ഏകവചനം. നദിയിൽ തരണായ തുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഏകാദശ നൗകാഹ സന്തി. ഏകാദശ എത്രയാണ്? 11. ഏകാദശ നൗകാഹ ബോട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഏകാദശ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എത്ര ബോട്ടുകളുണ്ടെന്ന് പറയണം. അതിനകത്ത് കിം ശബ്ദമല്ല വേണ്ട. എത്ര എന്ന് പറഞ്ഞാൽ ഹൗ മെനി എന്നുള്ളൊരു കതി എന്നുള്ള ശബ്ദം. ഇങ്ങനെ ചില വേർഡുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ എഴുതാൻ പറ്റും. അപ്പോൾ നദ്യാം തരണായ കതി നൗകാഹ സന്തി, അങ്ങനെ എഴുതുക. നദ്യാം തരണായ കതി നൗകാഹ സന്തി. നദിയിൽ തരണം ചെയ്യാൻ എത്ര നൗകകൾ ഉണ്ട് എന്നാണ്. കതി നൗകാഹ സന്തി. അത് കഴിഞ്ഞിട്ട് അടുത്തത് ആപണേ ത്രയോദശവിധാനി ഫലാനി സന്തി. ആപണേ മാർക്കറ്റിൽ ത്രയോദശവിധാനി, ത്രയോദശ എത്രയാണ്? 13 ടൈപ്പിലുള്ള ഫലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആപണേ എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ആപണം എന്ന് പറയുമ്പോൾ മാർക്കറ്റ് അല്ലേ? മാർക്കറ്റിൽ 13 തരത്തിലുള്ള ഫലങ്ങളുണ്ട്.
എവിടെയാണ് 13 തരത്തിലുള്ള ഫലങ്ങളുള്ളത്? അപ്പോൾ എവിടെ എന്നുള്ളത് എങ്ങനെയും കുത്ര. അപ്പം നേരത്തെ വന്നു കതി വന്നു, ഇവിടെ കുത്ര എവിടെ എന്നുള്ളതിനകത്ത്. അപ്പം കുത്ര ത്രയോദശ വിധാനി ഫലാനി സന്തി. അടുത്ത ദീനം വചഃ മാ ബ്രൂഹി. ദീനം വചഃ, ദീനമായിട്ടുള്ള വാക്ക് പറയരുത്, മാ ബ്രൂഹി ഒരിക്കലും പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ദീനം വചഃ എങ്ങനെയുള്ള വചനം, എങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ കീദൃശഃ എന്നാണ്. കീദൃശഃ. അപ്പം ദീനം വചഃ ഇവിടെ ദീനം എന്ന് പറയുമ്പോൾ കീദൃശം, ഈദൃശഃ, കീദൃശം, കീദൃശി ഒക്കെ വരും. അപ്പം ഇവിടെ ദീനമായതുകൊണ്ട് എന്ത് ചെയ്യണം? കീദൃശം വചഃ, കീദൃശം വചഃ മാ ബ്രൂഹി. കീദൃശം വചഃ മാ ബ്രൂഹി. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത് കതി, കുത്ര, കീദൃശം. അടുത്ത പ്രാചാര്യഃ ഛാത്രേഭ്യഃ പാരിതോഷികാണി യച്ഛന്തി. പ്രാചാര്യഃ എന്ന് പറഞ്ഞാൽ ആചാര്യൻ, പ്രധാനപ്പെട്ട ആചാര്യൻ, പ്രിൻസിപ്പൾ എന്നുള്ള അർത്ഥത്തിൽ. ഛാത്രേഭ്യ കുട്ടികൾക്കായിക്കൊണ്ട് പാരിതോഷികങ്ങളാണ് യച്ഛന്തി, പാരിതോഷികങ്ങൾ നൽകുന്നു കുട്ടികൾക്കായിക്കൊണ്ട്. ഏത് വ്യക്തി? ചതുർത്ഥി, പക്ഷെ ബഹുവചനമാണ് അല്ലേ? അപ്പോൾ കിം ശബ്ദത്തിൻ്റെ ചതുർത്ഥി, പുല്ലിംഗത്തിൻ്റെ ചതുർത്ഥി ബഹുവചനം വരണം. അപ്പോൾ പ്രാചാര്യഃ ഛാത്രേഭ്യം നേരത്തെ വന്നു. കേന കാഭ്യാം കൈഹി കസ്മൈ കാഭ്യാം കേഭ്യ. അതുപോലെ ഇവിടെ എങ്ങനെ വരും? ഛാത്രേഭ്യ കേഭ്യ. കേഭ്യ ആർക്ക് വേണ്ടി? കേഭ്യ പാരിതോഷികാണി യച്ഛന്തി. ബഹുവചനം വന്ന് എങ്ങനെ മനസ്സിലായില്ലേ? ഇവിടെ ഛാത്രേഭ്യഃ ബഹുവചനമാണ്. ഛാത്രാഭ്യാം ഛാത്രേഭ്യഃ. ആയോളൂ. സർവേ സുഖിനഃ ഭവന്തു. സർവേ സുഖിനഃ ഭവന്തു. എല്ലാവരും സുഖമുള്ള ആയിത്തീരട്ടെ എന്നാണ്. ഭവന്തു എന്നുള്ളത് എന്താണ്? ലോട്ടാണ് അല്ലേ? എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പറയല്ലേ. അപ്പോൾ ഇവിടെ പിന്നെ എല്ലാവരും സുഖികളായിരിക്കട്ടെ, എല്ലാവരും എങ്ങനെയുള്ളവരായിരിക്കട്ടെ എന്നാണ്. ഈ സുഖിനഃ എന്നുള്ളത് എന്താണ്? ബഹുവചനമാണ്, പ്ലൂറൽ. അപ്പം അത് പുല്ലിംഗമാണ്. അപ്പം എങ്ങനെ ഇരിക്കട്ടെ, ഏത് തരത്തിലിരിക്കട്ടെ എന്നുള്ള കീദൃശഃ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബഹുവചനമാകുമ്പോൾ കീദൃശാഹ. അപ്പോൾ സർവേ കീദൃശാഹ ഭവന്തു, എങ്ങനെയുള്ളവരായിരിക്കട്ടെ. ഭവന്തു, സർവേ കീദൃശാഹ ഭവന്തു. അടുത്തത് വാർത്ത സുഖകരി അസ്തി. വാർത്ത, ന്യൂസ് സുഖമുള്ളതാകുന്നു. അപ്പോൾ ഇവിടെ സുഖകരി എന്നുള്ളത് സ്ത്രീലിംഗമാണല്ലേ? അപ്പോൾ അവിടെ വാർത്ത എങ്ങനെയുള്ളതായിരിക്കുന്നു എന്നങ്ങനെ പറയും. അത് സ്ത്രീലിംഗത്തിൽ തന്നെ വരണം. കീദൃശ ശബ്ദത്തിന് സ്ത്രീലിംഗം കീദൃശി. അപ്പോൾ വാർത്ത കീദൃശി അസ്തി. ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കിം ശബ്ദത്തിൻ്റെ പുല്ലിംഗ, സ്ത്രീലിംഗം, നപുംസകലിംഗം മുഴുവൻ പഠിക്കുക. പുല്ലിംഗം പഠിച്ചാൽ നപുംസകലിംഗം എളുപ്പമാണ് പഠിക്കാൻ അല്ലേ? പിന്നെ കീദൃശ എങ്ങനെ വരും? കീദൃശഃ, കീദൃശി, കീദൃശ. പിന്നെ കുത്ര, കതി എന്നൊക്കെയുള്ളതല്ല. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണം. അടുത്ത ദിവസം വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.